പ്രത്യാശ അർപ്പിക്കുകയും അവൻ്റെ വേദനയിൽ അവൻ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യണം. എന്നുവെച്ചാൽ ദീർഘായുസ് എന്ന് വെച്ചാൽ അവൻ്റെ ദീർഘായുസത്ത് ആയുസിൻ്റെ ദീർഘം എന്നുവെച്ചാൽ ഉയർപ്പാണ് ഉദ്ദേശിക്കുന്നത്. അവൻ പീഡാനുഭവത്തിൻ്റെ സമയത്ത് തന്നെ തിരുവുദ്ധാനത്തിന്റെ ആന്തരിക സന്തോഷം അനുഭവിച്ചവനാണ് ക്രിസ്തു. കൈയിട്ടിച്ച് എന്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഐസയ 53:10 മറന്നു പോകരുത്. അതായത് നമ്മുടെ ക്ലേശങ്ങളിൽ തന്നെ ഓരോ ക്ലേശങ്ങളും തന്നെ നമ്മുടെ തിരുവുദ്ധാനത്തിന്റെ വിത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ടത്. പക്ഷെ നിങ്ങൾ ക്ലേശങ്ങളെ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ദൈവസ്നേഹത്തോടെയാണ് ക്ലേശങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ 13:44 എന്താണ് 13:44 എന്താ പറയണത്? നിങ്ങൾ ദൈവരാജ്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ദൈവരാജ്യം എന്ന് പറഞ്ഞത് ക്രിസ്തുവാണേ.